നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ, പ്രശസ്ത നർത്തകി അല്ലല്ലോ, മിഥില ബാലൻ നമുക്കിപ്പോൾ ചേർന്നു. മിഥില വരൂ. മിഥില, കോഴിക്കോടൊക്കെ പരിസര പ്രദേശങ്ങളിലും മിഥില ബാലനെ കാണാനായി നമ്മൾ കാത്തു കിടക്കുകയായിരുന്നു. ഇപ്പോൾ എവിടെ ചെന്ന് വിട്ടു? ഓക്കെ, കോഴിക്കോട് ബീച്ചിലാണോ? അയ്യോ, ചെറുപ്പക്കാരൊക്കെ ബാക്കിൽ നിൽക്കുന്നു. ഓക്കെ, അവർ കുഴപ്പമില്ല, പറഞ്ഞോളൂ. കോഴിക്കോട് ബീച്ചിൽ തന്നെയാണുള്ളത്. വൈകിട്ട് 6 മണി മുതൽ തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ആളുകളുടെ ഒരു ആവേശമാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മൾ കോഴിക്കോട്ടെ ആളുകളുടെ ഒരു ആവേശമാണ് നമ്മളിപ്പോൾ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ 2025 വരവേൽക്കാനുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ്. ഇത്ര നേരവും സൈലന്റ് ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട് ബീച്ച്. പക്ഷെ ഇപ്പോൾ അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് 2025 നല്ലത് വരട്ടെ, നല്ലത് ഉഷാറാവട്ടെ, ജീവിതം മൊത്തം ഉഷാറാവട്ടെ. ഈ വർഷം ഉഷാറായി അടിച്ചു പോകാം. ഇതാണ് കോഴിക്കോട് ബീച്ചിലെ ഒരു ആവേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എല്ലാം ഭയങ്കര സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ നമ്മൾ ഈ കാണുന്ന വൈബാണ് കോഴിക്കോട് ബീച്ചിലുള്ളത്. പക്ഷെ ഇവർക്കെല്ലാം ഒരു സങ്കടം എന്നത്, മറ്റു പരിപാടികളൊന്നും തന്നെ കോഴിക്കോട് ബീച്ചിൽ ഇല്ല എന്നതിന്റെ ഒരു സങ്കടം ഇവർക്കുണ്ടായിരുന്നു. നേരത്തെ കുറച്ച് യുവാക്കൾ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചിരുന്നു. പക്ഷേ താങ്ക് യു. അപ്പൊ ആഷ്മി, 65 കഴിഞ്ഞ് യുവാവെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രേക്ഷകർ തന്നിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ പ്രായം അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. വിജയകുമാർ ഇത്രയും പ്രതീക്ഷയില്ലെന്ന് പറയുന്നു. ആഷ്മി താജ് ഇബ്രാഹിമിയും ആഷ്മിയുടെ പ്രായം അറിഞ്ഞതിൽ എല്ലാ പ്രേക്ഷകരും സന്തോഷം. ഒരുപാട് പ്രേക്ഷകര് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. ലോകമെമ്പാടും ഇരുന്ന് മലയാളികൾക്ക് വിജയകുമാർ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. 2025 നിങ്ങൾക്ക് സൂപ്പർ ആകും. നമ്മൾ മാത്രമല്ല, നമ്മൾ ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ അടുത്ത കൊല്ലം ചെയ്യും. കുറെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു.